നമസ്കാരം. ആംസ്റ്റർ ചാപ്ലേസ്മെന്റ് UAE ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിക്രൂട്ട്മെന്റിനെ പറ്റിയല്ല, ഒരു കൺട്രിയെ നിങ്ങൾക്കൊന്ന് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുകയാണ്. ആ കൺട്രിയുടെ ഒരു വലിയ റിക്രൂട്ട്മെന്റ് പ്രോജക്റ്റ് ആംസ്റ്റർ ചാപ്ലേസ്മെന്റ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തെ പറ്റിയൊരു അറിവ് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് അൽബേനിയ എന്ന രാജ്യത്തെ പറ്റിയാണ്. അൽബേനിയയെ പറ്റി നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരികയാണ്. കാരണം ചില ആളുകൾക്ക് സംശയങ്ങളുണ്ട്, ഈ അർമേനിയയും അൽബേനിയയും ഒന്നാണോ? ഇങ്ങനെ ഈ പേരിൻ്റെ ഒരു സാമ്യം കൊണ്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. വീഡിയോയിലേക്ക് സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. ആംസ്റ്റർ ചാപ്ലേസ്മെന്റ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽബേനിയ എന്ന രാജ്യത്തേക്കുള്ള സ്കിൽഡ് അൺസ്കിൽഡ് ട്രേഡ് വർക്കേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റാണ്. പല കാറ്റഗറി നമുക്ക് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഫുൾ ഇൻഫർമേഷൻ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ ഞാൻ വരുന്നുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഇൻഫർമേഷൻ അതിൽ കംപ്ലീറ്റ് അൽബേനിയയിലെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയും നമ്മളോട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ കാണാം. ഞാനിത് റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, അൽബേനിയ എന്ന രാജ്യത്തെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. ഇത് യൂറോപ്പാണോ, അതോ ഇനിയും ഇത് എവിടെയാണ് ഈ കൺട്രി, അത് ഇനിയും ഷെങ്കൻ രാജ്യമാണോ, യൂറോപ്യൻ യൂണിയൻ ഉള്ളൂ, ഇതൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ആളുകൾക്ക്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിലവിലുള്ള റിക്വയർമെൻറ്റ് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. നിങ്ങളതിൽ എലിജിബിൾ ആണെങ്കിൽ ഉറപ്പായും ആംസ്റ്റർ ചാപ്ലേസ്മെന്റ് UAEയുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ CV അയയ്ക്കുക. നമ്മളതിൻ്റെ ബാക്കി പ്രൊസീജിയർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഇൻഫർമേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ കമൻറ്റ് ബോക്സിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അറിയാൻ പറ്റും. അപ്പം അൽബേനിയ എന്ന രാജ്യത്ത് പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിലവിലൊരു അവസ്ഥ പറയുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് അൺസ്കിൽഡ് കാറ്റഗറിയിൽ പെടുന്ന ഈവൻ സ്റ്റുഡൻസിന് പോലും വിസകൾ നൽകുന്നില്ല. ഇപ്പോൾ VFSൻ്റെ സംവിധാനമാണ് വിസ നൽകുന്നതെങ്കിൽ അവരുടെ ഡേറ്റ് അവൈലബിൾ അല്ല. പലരും വർക്ക് പെർമിറ്റ്സ് എടുത്തു, പക്ഷേ ഡിലേ കാരണം പലരും അവരുടെ പ്രോസസ്സുകളൊക്കെ ഉപേക്ഷിച്ചു. ഇന്ന രാജ്യം ഞാൻ സ്പെസിഫിക്കായി പറയുന്നില്ല. ഏറ്റവും അവസാനം വന്നൊരു അപ്ഡേറ്റ് പ്രകാരം ലിത്വാനിയ എന്ന കൺട്രി ഒരു ഷെങ്കൻ കൺട്രിയാണ്. ഇന്ത്യൻസിന് ഇനിയും സ്കിൽഡ് വിസകൾ അനുവദിക്കുന്നില്ല താൽക്കാലികമായി. അപ്പം അങ്ങനെ ചെറിയ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഷെങ്കൻ രാജ്യത്ത് മാത്രമേ പോകുന്നുള്ളൂ എന്ന് ഈ പറയുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോസസ്സ് വർക്ക് പെർമിറ്റ്സ് ഉള്ളവർ നിങ്ങളുടെ VFS ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക, ഏത് കൺട്രി ആണെങ്കിലും. പക്ഷെ നമ്മൾ അതുപോലെ ഹംഗറി എന്ന രാജ്യം അവരുടെ പെർമിറ്റ് 2 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതിന് റിന്യൂവൽ അല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ എല്ലായിടത്തും ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ചില ആളുകൾക്ക് ഷെങ്കൻ രാജ്യത്ത് മാത്രമേ പോകാൻ, യൂറോപ്പിൽ പോകണം, പക്ഷേ ഷെങ്കൻ ആണ്, ഈ ഷെങ്കൻ രാജ്യമാണെങ്കിൽ മാത്രമേ പോകാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. അത് അവരുടെ കാണിക്കുന്ന ആഗ്രഹം എന്തുകൊണ്ട് കാണിക്കും ചോദിച്ചാൽ, ഈ ഷെങ്കനിൽ എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടുത്ത രാജ്യത്ത് പോകാം. ഇപ്പം ഈ 27 ഷെങ്കൻ രാജ്യങ്ങളുണ്ടല്ലോ, ഫ്രാൻസ് മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം ആടായിട്ടുള്ള ക്രൊയേഷ്യയും, ഇനി ആടാവാൻ പോകുന്ന മാർച്ചിൽ ആടാൻ പോകുന്ന റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈസി പോകാം എന്നൊരു ധാരണയാണ്. ചിലരൊക്കെ അങ്ങനെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ മലയാളിയും ഒരു കമ്പനി ജോലി കിട്ടി അവിടെ നിന്നുകൊണ്ട് തന്നെ അടുത്ത രാജ്യത്ത് ചാടും, അങ്ങനെയല്ല. അങ്ങനെ ചെയ്തവരുണ്ടായിരിക്കാം, പക്ഷെ നിലവിലെ ഒരു ഇമിഗ്രേഷൻ സാഹചര്യം അതിന് അത്രത്തോളം അനുകൂലമല്ല. നിങ്ങൾക്ക് അവിടെ ഒരു ജോലി പ്രോപ്പറായിട്ട് കിട്ടിയാൽ വേണമെങ്കിൽ പോകാമെന്നല്ലാതെ ഈ ഓരോ രാജ്യങ്ങളും ചാടി പോയി ജോലി ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നവർ അത് ഉപേക്ഷിക്കുക. ഇമിഗ്രേഷൻ നയങ്ങൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് ജോലി കിട്ടി അവിടെ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക. അവിടെ നിന്നുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഷെങ്കൻ രാജ്യം മാത്രമല്ല, നമ്മുടെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. അത്യാവശ്യം ഒരു നല്ല ശമ്പളവും ജോലി സാധ്യതകളും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തൊക്കെ നിങ്ങൾക്ക് കുടിയേറാം. ഞാൻ അൽബേനിയയെ പറ്റി ഒന്ന് പറഞ്ഞു തരാം. ഇതൊരു പഴയ യുഗോസ്ലാവിയയുടെ ഭാഗമായ രാജ്യമാണ്. ഇന്ത്യ ഏകദേശം ഒരു 1956 മുതൽ ഇന്ത്യയുമായി ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അൽബേനിയ എന്ന രാജ്യത്തിനുണ്ട്. അൽബേനിയ എന്ന് പറയുന്ന രാജ്യം ഒരു സതേൺ യൂറോപ്യൻ രാജ്യമാണ്. ബാൽക്കൻ പെൻസുല അല്ലെങ്കിൽ ബാൽക്കൻ ഉപദ്വീപിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒരു യൂറോപ്പിൻ്റെ ഭാഗമായ രാജ്യം തന്നെയാണ്. യൂറോപ്പിൻ്റെ പിന്നെ ഈ ഉപഭൂഖണ്ഡമായ ബാൽക്കൻ ഉപഭൂഖണ്ഡത്തിലാണ് ഈ രാജ്യമുള്ളത്. അപ്പം യൂറോപ്പ് തന്നെയാണ്. അപ്പം അൽബേനിയ ഏഷ്യയിലല്ല, യൂറോപ്പിൻ്റെ ഭാഗമാണ്. അപ്പം ബാക്കി നമുക്ക് അൽബേനിയയെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അൽബേനിയ ഒരു ഡെമോക്രാറ്റിക് പാർലമെൻ്ററി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത്
പ്രസിഡന്റാണ് അവിടുത്തെ സ്റ്റേറ്റിൻ്റെ തലവനും, അതേപോലെ ഗവൺമെൻറ്റിൻ്റെ തലവന് പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്ററാണ്. സോ ഈ ഒരു സിസ്റ്റമാണ് അൽബേനിയയ്ക്കുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് തന്നെ അൽബേനിയയെ പറയാം. ഇതൊക്കെ എന്തോ എടുത്തു പറയുന്നതാണ്, പലർക്കും സംശയമില്ല. രാജ്യത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത് മാത്രം. അപ്പം നിലവിൽ ഈ പറയുന്ന എക്കോണമിക് പരമായോ അല്ലെങ്കിൽ അവരുടെ വേറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും ഉള്ള രാജ്യമല്ല. അത്യാവശ്യം പീസ്ഫുൾ കൺട്രി ആയിട്ട് തന്നെ നമുക്ക് അൽബേനിയയെ പറയാം. അൽബേനിയയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഗ്രീസ്, മാസിഡോണിയ, കൊസോവ, മൊണ്ടിനീഗ്രോ, അതുപോലെ തന്നെ ഇറ്റലിക്ക് വളരെ അടുത്താണ് ഈ രാജ്യം. അതായത് ഒരു ഏകദേശം ഒരു 30 മിനിറ്റ്സ് ബോട്ടിൽ യാത്ര ചെയ്താൽ ഇറ്റലിയിൽ എത്താൻ സാധിക്കും. പല സമയത്തും റെഫ്യൂജീസൊക്കെ അൽബേനിയയിൽ നിന്നൊക്കെ പോയതായി നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. അപ്പം ഇറ്റ്സ് വെരി ക്ലോസ് ടു ഷെങ്കൻ കൺട്രീസ് ആൻഡ് യൂറോപ്യൻ ഭാഗം തന്നെയാണ് ഈ രാജ്യം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എവിടെ സ്ഥിതി ചെയ്യുന്നു, ഒരു കൺട്രി എങ്ങനെയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ, മുസ്ലിം ഒക്കെ ഉള്ള ഭൂരിപക്ഷമുള്ള ഒരു മതരാജ്യം തന്നെയാണ്, മതങ്ങളുള്ള രാജ്യം. മറ്റുള്ള ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ഫിൻലൻഡ് പോലുള്ള ചില രാജ്യങ്ങളിൽ മതത്തിനൊക്കെ ഒരു റിലീജിയൻ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അവിടെ എല്ലാ ആളുകളുമുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് കൂട്ടരും ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിംസ് ഒക്കെയാണ് ഭൂരിപക്ഷവും ഉള്ളത്. അപ്പം ആ സ്ഥിതിക്ക് ഈ രാജ്യത്ത് നമ്മൾ ഇന്ത്യക്കാർക്ക് പോയാൽ ജീവിക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാര്യം, പലരും വീണ്ടും ഈ അൽബേനിയയെ പറ്റി നമ്മുടെ കൗൺസിൽ സമയത്ത് ചോദിക്കുന്നത്, ഈ രാജ്യത്തെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അതുകൊണ്ടാണ് കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്തു തരുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്കൊരു ബേസിക് ഐഡിയ തരാനുള്ളത്. അപ്പോൾ അധികം ഇന്ത്യക്കാർ ഈ നിലവിൽ അൽബേനിയയിൽ സെറ്റിൽ ആയിട്ടില്ല, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റുമായിട്ട് വന്നിട്ടില്ല. ചെറിയൊരു ഭാഗം ആളുകളേ ഉള്ളൂ. അവരൊക്കെ പ്രൊഫഷണലി IT, നഴ്സിംഗ് ചില മേഖലയിലൊക്കെ ചില ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ബൾക്കായി ഈ വർഷമാണ് അൽബേനിയയിലേക്കൊരു എന്താ പറയുക, ഒരു സ്കിൽഡ് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കൊരു അവസരം ഉണ്ടായിരുന്നത്. നിലവിൽ അൽബേനിയയ്ക്ക് വിസ ആണെങ്കിൽ പോലും ഓൺ അറൈവൽ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. വിസയെ അപ്ലൈ ചെയ്ത് പോകണം. നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ആണെങ്കിലും അതിനും ഓൺലൈൻ വിസ അപ്ലൈ ചെയ്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആളുകൾ പറയാറുണ്ട്, ഓൺ അറൈവൽ വിസയാണല്ലോ, ആർക്കും അൽബേനിയയിലേക്ക് പോകാം. അങ്ങനെയല്ല, ഓൺ അറൈവൽ വിസയല്ല. അതുപോലെ തന്നെ അവരുടെ നിലവിൽ അവരെന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് സ്കിൽ അൺസ്കിൽ കാറ്റഗറി, നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിലൊക്കെ അവരുടെ വളർച്ചയുടെ ഭാഗമാണ്. അവർ പിന്നെ ഈ പറയുന്ന അവരുടെ എക്കോണമിയുടെ വളർച്ചയെന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ടൂറിസം പിന്നെ ആണ് ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന മേഖല. അഗ്രികൾച്ചറും ടൂറിസവുമാണ് ആ രാജ്യത്തിൻ്റെ എക്കോണമിയെ വളർത്തുന്നതിൽ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് അവിടെ അവസരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന അൽബേനിയയിൽ ശമ്പളം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അതൊക്കെ ആ ഒരു സാലറി പാക്കേജിൽ ഒരു യൂറോപ്പിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആപ്റ്റായ ഒരു ഓപ്ഷനാണ്. വിസ ഡിലേ ഇല്ലാതെ, നമുക്ക് VFSൻ്റെ ഡിലേ ഇല്ലാതെ തന്നെ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അൽബേനിയ ചൂസ് ചെയ്യാം. അൽബേനിയ ഒരു 2025 ശേഷം, 2025 എക്സ്പെക്ട് ചെയ്തൊരു ഷെങ്കൻ കാൻഡിഡേറ്റ് കൺട്രി കൂടിയാണ്. ഒരു ഷെങ്കൻ ലിസ്റ്റിൽ ഉൾപ്പെടാം. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിലവിലൊരു ഡിസ്കഷൻ പ്രകാരം അൽബേനിയയിലുള്ളവർക്ക് 90 ഡേയ്സ് ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് ബിസിനസ്സിനും ടൂറിസ്റ്റുമായിട്ടൊക്കെ പോകാനുള്ളൊരു ഡിസ്കഷൻ ഉറപ്പ് തന്നിട്ടുണ്ട്. 2025 മുതൽ അത് നടപ്പിലാകും. അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ലേക്കാണ്. ലേക്കിൻ്റെ ഇന്ത്യൻ കറൻസിയുമായൊരു വിനിമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൽബേനിയൻ ലേക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി 0.87 INR ആണ്. അപ്പോൾ അത് ആണ് അവിടെ കറൻസി എന്ന് പറയുന്നത്. അൽബേനിയ ബങ്കേഴ്സിൻ്റെ രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 7.5 ലക്ഷം ബങ്കറുകളുണ്ട് ആ രാജ്യത്ത്. അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറി. യൂറോപ്പിലെ പല രാജ്യങ്ങളിലുള്ളവരും ഇന്ത്യയിൽ നിന്നുള്ളവരും ഏഷ്യൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഈ അൽബേനിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അവർ ബങ്കേഴ്സൊക്കെയാണ് അവർ ഈ റെസ്റ്റോറൻറ്റും ബാറും പബ്ബൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ബങ്കേഴ്സിൻ്റെ രാജ്യം, ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 7.5 ലക്ഷത്തോളം ബങ്കർ രാജ്യത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അൽബേനിയയെ പറ്റി പറയാനുള്ളത്. ഒരു യൂറോപ്പിൻ്റെ ഒരു പീസ്ഫുൾ കൺട്രി എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ അധികം ഇന്ത്യക്കാർ സെറ്റിൽ ആയിട്ടില്ല, മലയാളികളും അധികം ഉള്ള രാജ്യമല്ല. നിങ്ങൾക്കൊരു ഒരു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന രീതിയിൽ നിങ്ങളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം അല്ലെങ്കിൽ ആ രാജ്യത്ത് ഒരു സ്കിൽ കാറ്റഗറി പോയിട്ടുള്ള വലിയ മാൾട്ടയിലും പോളണ്ടിലും പിന്നെ മറ്റുള്ള യൂറോപ്പിലൊക്കെ അൺസ്കിൽ കാറ്റഗറി പോയി അവരുടെ ലൈഫ് ആരംഭിച്ചവരെ പോലെ നിങ്ങൾക്ക് തുടക്കം എന്ന നിലയിൽ നിങ്ങൾക്ക് എൻ്ററായി പതിയെ ആ രാജ്യത്തിൻ്റെ ഭാഗമായി മാറാൻ ഒരു സാധ്യതയാണ്. അതിന് എനിക്ക് കാണുന്നത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്
ബാക്കിയുള്ള ഷെങ്കൻ കൺട്രികളിൽ നിങ്ങൾ VFSന്റെ വിസ ഡേറ്റ് കാത്തിരുന്ന് അല്ലെങ്കിൽ അപ്രൂവൽ കാത്തിരിക്കുന്നത് പോലെ ഇതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് മറ്റുള്ള ഷെങ്കൻ കൺട്രിയിൽ കിട്ടുന്ന സാലറി പാക്കേജും ഓൾമോസ്റ്റ്, ഞാൻ അത് കൃത്യം എത്ര കിട്ടുന്നത് ഞാൻ പറയുന്നില്ല, ഞാൻ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ 500 to 1000 euro ഇൻ ബിറ്റ്വീൻ, യൂറോയിലാണ് ഞാൻ പറഞ്ഞത്, ലേക്കിലല്ല, സാലറി എക്സ്പെക്ട് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതാണ് എനിക്ക് അൽബേനിയയെ പറ്റി പറയാൻ. അതൊരു അർമേനിയ എന്ന രാജ്യമല്ല. അർമേനിയയിൽ ധാരാളം മലയാളികൾ ഓണറേവിൽ വിസ എടുത്ത് നിലവിൽ അവിടെ ഉണ്ട്. എനിക്ക് കോൾ വരാറുണ്ട്, മെസ്സേജ് വാട്സാപ്പ് വരാറുണ്ട്, ഗ്രൂപ്പ് കണക്കിന് ആളുകൾ അവിടുന്ന് പോളണ്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ജോലി വേണമെന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇതൊന്നും നിലവിൽ സാധ്യമല്ല. ഇമിഗ്രേഷൻ പോളിസികൾ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പം ഈ പറയുന്ന അർമേനിയ അല്ല അൽബേനിയ. അർമേനിയ പോകുന്നവരൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ ഈ പറയുന്ന രാജ്യത്ത് നിങ്ങൾ കൃത്യമായ ഒരു കൺസൾട്ടൻറ്റ് സർവീസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മുടക്കുന്ന അവിടെ എത്തിയ ശേഷം തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഇതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അൽബേനിയയെ പറ്റി പറയാനുള്ളത്. അൽബേനിയ എന്ന രാജ്യം ഇപ്പോൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, ഞാൻ പറഞ്ഞ സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറി പെടുന്ന ഇന്ത്യൻസ് എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു അവസരം ഏകദേശം 1500 സ്കിൽ കാറ്റഗറി ആണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട് എല്ലാം. അപ്പോൾ അത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ യൂറോപ്പിലേക്ക് ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു സ്കിൽ കാറ്റഗറി, അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ പ്രൊഫഷണൽ പ്രൊഫൈലുള്ള ആളുകൾക്കൊക്കെ ഒരു എൻട്രി ഉള്ള രാജ്യമാണ് അൽബേനിയ. അപ്പോൾ അൽബേനിയയുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ UAE വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആംസ്റ്റർ ഇമിഗ്രേഷൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Amster, your best immigration partner. Dream to fly? Step to Amster.